കേക്ക് ഉണ്ടാക്കാനുള്ള ട്യൂട്ടി ഫ്രൂട്ടിക്ക് ഇനി കടയിൽ പോകണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി തന്നെ ചേർക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മൂപ്പത്തി പഴുക്കാറായ പപ്പയ സെലക്ട് ചെയ്ത് അതിൻ്റെ തൊലിയും കുരുവും അകത്തെ പാടയും കളഞ്ഞ് ചെറിയ ക്യൂബുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ആദ്യം പപ്പയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 500 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഷുഗർ എടുക്കുക. 500 ഗ്രാമിന് 500 ഗ്രാം ഷുഗറാണ് വേണ്ടിയത്. പപ്പയുടെ അതേ തൂക്കത്തിൽ പഞ്ചസാര എടുത്ത് പഞ്ചസാരയുടെ പകുതി അളവിൽ വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ 500 ഗ്രാം ഉണ്ടെങ്കിൽ 250 ml വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലായനിയാക്കണം. ഇതിപ്പോൾ തൂക്കം നോക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഞാനിത് അളവ് കണ്ടുവച്ചിട്ടുണ്ട്. ഇതൊരു 180 ml കപ്പാണ്. ഇതിന് ഒരു 6 പാത്രമുണ്ട് ഈ പപ്പയ. അപ്പോൾ പഞ്ചസാര 3 കപ്പ് മതി. വെള്ളം 250 ml ഒഴിക്കണം. പിന്നെ ഇത് ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റണം. മൊത്തം അങ്ങ് വേവരുത്, ഒരു അര വേവാക്കി ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇതൊന്ന് പാനിയാക്കണം. നമുക്കത് അങ്ങനെയൊന്ന് ചെയ്യാം. പപ്പയ ആവി കയറ്റിയാലും മതി, അതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചും നമുക്കെടുക്കാം. അതൊരു പകുതി വേവായി നമുക്ക് മാറ്റണം. അതൊരു സോഫ്റ്റായി വരണം, എന്നാൽ വെന്ത് പോകുകയും ചെയ്യരുത്, വേവുകയും വേണം. ആ കണക്കിന് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങളിടാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. നമുക്കിനി ഇത് സോഫ്റ്റായിട്ടുണ്ട്. മൊത്തം അങ്ങ് വെത്ത് പോയില്ല, ആവശ്യത്തിന് സോഫ്റ്റായിട്ടുണ്ട്. നമുക്കിതിന് വെള്ളത്തിൽ നിന്ന് മാറ്റാം. പഞ്ചസാര വെള്ളവും ചേർത്ത് ഞാൻ അടുപ്പത്ത് വെച്ചു. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചത് ആറിയിരിപ്പുണ്ട്. ആറിയ കഷ്ണങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഈ പഞ്ചസാരയിൽ കിടന്ന് ഇത് വേവും. പിന്നെ പഞ്ചസാരയുടെ അളവെന്ന് വെച്ചാൽ നമ്മളിത് എടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടണം. അത് കമ്പിപ്പരുവായി പോയാൽ അത് ശരിയാവത്തില്ല, എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. അപ്പോൾ അത്ര ഒരു നൂൽപ്പരുവം 2 നൂൽപ്പരുവം, അത് കമ്പിപ്പരുവൊന്നും വേണ്ട. ഇതൊന്ന് ഈ വെള്ളം പഞ്ചസാര പാനി ഒന്ന് കൊഴുത്ത് കയ്യിലൊന്ന് ഒട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റണം. ഇങ്ങനെ പഞ്ചസാര പാനിയിൽ കിടന്ന് വേവുന്ന ഈ സാധനം നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കൂടി നല്ലതായിട്ട് കേടാവാതെ സൂക്ഷിക്കാം. പക്ഷേ അതിനൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ സിട്രിക് ആസിഡ് 1/2 സ്പൂൺ, 1 കിലോയ്ക്ക് 1/2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കളറേ ഉള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ കളറും ചേർക്കാം. അപ്പോൾ പല കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് വേണ്ടുന്നതെങ്കിൽ കളർ നമുക്ക് പിന്നെ ചേർക്കാം. 2-3 കളർ ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ പഞ്ചസാര പാനിയിൽ വേവട്ടെ. പഞ്ചസാര കുറുകി വന്നിട്ടുണ്ട്. കമ്പിപ്പരുവ് ആയിട്ടില്ല, എന്നാലും നല്ലൊരു കൊഴുപ്പും കയ്യിലൊക്കെ ഒട്ടുന്നുണ്ട്. നമുക്കിത് മാറ്റാം. ഇതിപ്പോൾ നമുക്കിത് ഒരു 24 മണിക്കൂർ വരെയും നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ അത്രയും കാലം ഇത് പ്രിസർവേഷനാണ്. കൂടുതൽ സമയം, അതായത് 24 മണിക്കൂർ വരെ ഇട്ട് വെച്ചാൽ ഇത് കൂടുതൽ നാളിരിക്കും ഈ ട്യൂട്ടി ഫ്രൂട്ടി. അതല്ല, നമുക്കിപ്പോൾ ഉടനെ ആവശ്യമാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് പഞ്ചസാര പാനിയിൽ നിന്ന് എടുത്ത് കളറും ചേർത്ത് ഉപയോഗിക്കാം. ഞാനിതൊരു 12 മണിക്കൂർ ഇട്ട് വെക്കാനാണ് എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഡിവൈഡ് ചെയ്ത് കളർ ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയ സൈസിനെ കാട്ടി കുറച്ചും കൂടെ വലിയ സൈസിൽ കട്ട് ചെയ്യണം. കാരണം ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല സൈസ് കുറയും. അപ്പോൾ ഇനി നമുക്കിത് തീക്കെടുത്ത് പഞ്ചസാര പാനിയിൽ നിന്ന് എടുത്ത ട്യൂട്ടി ഫ്രൂട്ടിയാണ്. നമുക്കിനി കളറിടാം. ഇത് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഫുഡ് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പണ്ട് പൊടിയായിട്ട് കിട്ടുമായിരുന്നു, ഇപ്പോൾ ലിക്വിഡായിട്ടാണ് കിട്ടുന്നത്. എല്ലാ സൈസിലുള്ള കളറും ഇങ്ങനെ കിട്ടും. നമ്മൾ
ഇത് സേഫാണ്. അങ്ങനെ പെർമിഷൻ കിട്ടിയ കളർ മാത്രമാണ് നമുക്കിപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാനുള്ള സാധനങ്ങളിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ കളറുകളാണ് നമ്മൾ ചേർക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവൈലബിളായിട്ട് നമുക്കിപ്പോൾ എപ്പോഴും കിട്ടുന്നത്. ഇത് സേഫാണ് ഉപയോഗിക്കാൻ. ഇതിന് വില കൂടുതലാണ്. ഈ പഴയ ടൈപ്പിന് വില കുറവാണ്. ഇതൊരു 7 രൂപയൊക്കെ വരത്തുള്ളൂ. ഇത് ഇപ്പോൾ 100 രൂപയൊക്കെയാണ് ഇത്രയും സാധനത്തിന്. അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡിലുള്ള കളറും കിട്ടുന്നുണ്ട്. യെല്ലോയും റെഡും കളറിട്ടു. ഇനി നമുക്ക് ഗ്രീൻ ഇട്ടിളക്കാം. അങ്ങനെ 3 കളറും പച്ച, റെഡ്, മഞ്ഞ, അങ്ങനെ 3 കളറും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു ഈർപ്പമുള്ളുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നിരത്തിയിട്ട് ഒന്ന് എയർ കൊള്ളിച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പം 12 മണിക്കൂറായതുകൊണ്ട് മോർ ദാൻ 2 മന്ത്, 2 മാസത്തിൽ കൂടുതൽ നമുക്കിത് വെച്ചേക്കാം. പഞ്ചസാര പാനിയിൽ നിന്നെടുത്ത് നമ്മൾ കളറും എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ 3 കളറ് നമ്മൾ കളറിട്ടെടുത്തു. അതിൻ്റെ കുറച്ച് നനവുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ നനവ് നമുക്ക് പോക്കാനായിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ക്ലീനായിട്ടുള്ള ക്ലോത്തോ, അതിനകത്തൊക്കെ കളറ് പിടിക്കും. അപ്പോൾ ടിഷ്യൂ പേപ്പറാണ് നല്ലത്. ടിഷ്യൂ പേപ്പറിലിട്ട് ഒന്ന് ഒപ്പിയെടുക്കണം. ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ നിരത്തി ഇട്ടിട്ട് വേറൊരു ടിഷ്യൂവും കൊണ്ട് ഒന്ന് ഒപ്പിയെടുത്ത് കഴിയുമ്പോൾ വലിയ ഈർപ്പം അങ്ങ് പോവും. പിന്നെ പഞ്ചസാരയുടെ ഒരു നനവുണ്ടാവും. അത് കാറ്റടിച്ച് ഉണങ്ങിക്കോളും. അങ്ങനെ ഇത് ഉണക്കിയെടുത്ത് വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്കിത് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ടൂട്ടി ഫ്രൂട്ടി ടിഷ്യൂ പേപ്പറിൽ ഉണക്കാൻ വെച്ച് എല്ലാം കൂടെ കളക്ട് ചെയ്ത് എടുത്തതാണ്. റെഡ്, ഗ്രീന്, യെല്ലോ, അങ്ങനെ 3 കളറാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്.